അങ്ങനെ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിന് മുൻപായിട്ട് ഈ കെട്ടിടത്തിൻ്റെ ബാക്കിലും ഇതിൻ്റെ സൈഡുകളിലായിട്ട് നമ്മൾ കുറച്ച് കെണിക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ കെണിക്കൂട് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ കെണിക്കൂടുകളിൽ എല്ലാത്തിനകത്തും നല്ലതുപോലെ ഈച്ച കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ നല്ല വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 മാസമൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കൂടുകളൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. അതിനകത്ത് റാണി ഈച്ച ഇറങ്ങി മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയോ എന്നെല്ലാം ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് അതിനകത്ത് റാണിയൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വൈകുന്നേരം ഈ കൂട് ഇവിടെ നിന്ന് മാറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കൂടെ വെച്ച് റാണിയൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വച്ച കൂടുകളെല്ലാം ഒന്ന് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ നേരത്തെ ഒരു കെണിക്കൂട് വെച്ചതാണ്. അത് നമ്മൾ വിജയിച്ചു കേട്ടോ. ഇപ്പോൾ അതിനുശേഷം വീണ്ടും അതിനകത്ത് ധാരാളമായിട്ടുള്ള ഈച്ചകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് അവിടെയും ഒരു കെണിക്കൂട് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഇതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ പഴയ മുളയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം, അതായത് നമ്മളെ ട്യൂബൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം നല്ല പശയുള്ള മണ്ണ് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ കെണിക്കൂട് വയ്ക്കുന്ന സമയത്ത് അധികമായിട്ട് നമ്മൾ മാക്സിമം പൈസ ചിലവാക്കരുത്. അതായത് പലരും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ സിമെൻറ്റ് വെച്ച് അടയ്ക്കുന്നുണ്ട്, മറ്റു ചിലർ MCയിലൊക്കെ വെച്ച് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ MCയിലൊക്കെ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കൂടൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് കൂടുകൾ ഇതേപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് പൈസ അതിൽ നിന്ന് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ പൈസ മുടക്കിയുള്ള നല്ല ബോക്സുകളൊന്നും നമ്മൾ മാക്സിമം വയ്ക്കാതിരിക്കുക. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റോഡ് സൈഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേ ഇതുപോലെ ആകുമ്പോഴത്തേക്കും വേറെ ഒരു വിഷയവുമില്ല, ആരും എടുത്തുകൊണ്ടും പോകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഈ കുപ്പികളുടെ ഈ ടോപ്പ് ഭാഗം വെച്ചാലുള്ള ഒരു ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് അടപ്പ് തുറന്ന് നമുക്ക് നോക്കാം, അകത്തുള്ള വർക്കും കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ നമുക്ക് എപ്പോഴും കൂടിങ്ങനെ നമ്മൾ അത് അഴിച്ച് നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കെണിക്കൂട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് നോക്കണം. അതായത് നമ്മൾ വച്ചിരിക്കുന്ന ഇടത്തൂടെയാണോ കറക്റ്റായിട്ട് ആ ഓസിൽ കൂടെ ഈച്ച കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഏകദേശം ഒരു 5-6 മാസത്തിനകത്ത് വെച്ച് നമുക്ക് ഈ കോളനി സെറ്റായി കിട്ടും. അപ്പോൾ ഇത് നമ്മളങ്ങനെ വച്ച ഒരു കോളനി, ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 4 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. നല്ല സ്ട്രെങ്തുള്ള ഒരു കോളനിയാണത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലതുപോലെ തേനും പൂമ്പൊടിയും എല്ലാം അവർ ശേഖരിച്ചിട്ടുണ്ട്. ഒരുപാട് ഈച്ച അതിനകത്തുണ്ടായിരുന്നു. പിന്നെ മുട്ടയിടാണ്ട ആ ഒരു സജ്ജീകരണങ്ങളെല്ലാം അവർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുഞ്ഞു കപ്പ് മോഡലിൽ അവർ ചെറുതായിട്ടൊക്കെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റാണി ഒന്ന് വന്നാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൂടെ ഇങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ നമ്മളിവിടെ വെച്ച എല്ലാ കൂടുകളും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1-2 കൂടുകളെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുമുണ്ട്. അതായത് അവർ പൂമ്പൊടിയും തേനൊക്കെ സെറ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് മുട്ടയിടാണ്ട് ആ മുട്ടയുടെ അടയൊക്കെ അവർ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചയിലൂടെ കാണാം. അപ്പോൾ നമ്മൾ ഈ കെണിക്കൂടിൽ നിന്ന് പിടിച്ചെടുത്ത കുറച്ച് കൂടുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതെല്ലാം നമ്മളിതുപോലെ കെണിക്കൂട് വെച്ച് വിജയിച്ചതാണ് കേട്ടോ. ഞാൻ പിന്നീട് കുറച്ച് നമ്മളിതുപോലെ കൂടുകളിൽ മാറ്റിയിട്ടുമുണ്ട്. കുറച്ചല്ലാതെ നമ്മൾ ആ കൂട് വെച്ച് തന്നെ വേറെ നമ്മൾ കെണിക്കൂടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ കുറച്ച് കെണിക്കൂടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പന്നിമൂക്കനുണ്ട്, തുമ്പിക്കായനുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഏകദേശം ഈച്ചകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ കെണിക്കൂടുകളെല്ലാം കണ്ടു. അതിനുശേഷം ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് ഇത് എന്നാണ് നമ്മൾ തേനീച്ച കോളനി സ്പ്ലിറ്റ് ചെയ്യണമെന്ന്. അതായത് നമുക്ക് നവംബർ മുതൽ ഏകദേശം ഏപ്രിൽ വരെ നമുക്ക് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ആ സമയങ്ങളിൽ നമുക്ക് സ്പ്ലിറ്റ് കറക്റ്റായിട്ട് ചെയ്യാം. പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേൻ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തേൻ എടുക്കുന്ന സമയത്ത് തേനും എടുക്കാം, അതിനോടൊപ്പം തന്നെ നമുക്ക് കൂടും സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവംബർ സമയം മുതൽ ഇവർ കൂട് സ്പ്ലിറ്റായി തുടങ്ങും. അപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഇവരിങ്ങനെ സ്പ്ലിറ്റായി തുടങ്ങിക്കൊണ്ടിരിക്കുക എല്ലാ കൂടുകളിൽ നിന്നും. അതായത് നമ്മളിരിക്കുന്ന നല്ല സ്ട്രെങ്തുള്ള എല്ലാ കോളനികളിലും അവരിങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല നിങ്ങൾ തേനെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും വർഷത്തിൽ ഓരോ പ്രാവശ്യം കറക്റ്റ് നമ്മൾ തേനെടുക്കുന്ന അതേ സമയത്ത് തന്നെ എല്ലാ വർഷവും നമ്മൾ കൂട് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട് തുറന്നതിന് ശേഷം റാണി മുട്ടയുണ്ടോ എന്ന് മെയിനായിട്ട് നോക്കുക, മുട്ടകളുടെ. എന്നിട്ട് അത് റാണി മുട്ട വിരിയാറായ മുട്ടയായിരുന്നാലും മറ്റേ പുതിയ മുട്ടയായിരുന്നാലും പഴയ മുട്ടയായിരുന്നാലും അതിൻ്റെ കൂടെ റാണി സെല്ലൂടെ കാണും. അപ്പോൾ അതെന്തായാലും നമ്മളൊന്ന് ഒരു ഈർക്കിൽ കൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് നീക്കി നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാര്യം ഏത് സ്ട്രെങ്തുള്ള കോളനിയിലും എല്ലാ വർഷമാകുമ്പോഴും കൃത്യമായിട്ടും ഒന്നിലധികം റാണി സെല്ല് കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് കോളനികൾ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന നമ്മളെ കെണിക്കൂടുകളിൽ എല്ലാത്തിനകത്തും പൂമ്പൊടിയും തേനും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ റാണി സെല്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് കുറച്ച് പുതിയ മുട്ട കൂടെ നമുക്കിതിനകത്ത് സെറ്റ് ചെയ്തതിന് ശേഷം റാണി സെല്ലൂടെ വെച്ച് നമുക്ക് പെട്ടെന്ന് അതൊരു അടിപൊളി ഒരു കോളനിയാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്നലെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് പറഞ്ഞു.
അതായത് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ മതിയാകത്തുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് ഒന്നും സെറ്റാൻ പറ്റത്തില്ല. നമ്മളിതേപോലെ കുറേശ്ശെ കൂടുകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിപണി ഇവിടെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെണിക്കൂടിൻ്റെയും കാര്യങ്ങളെല്ലാം ഒരുപാട് വീഡിയോസുകൾ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതെല്ലാം കയറി കാണുക. പിന്നെ നമ്മൾ തേനെടുക്കുന്ന സമയത്തുള്ള വീഡിയോകളൊക്കെ ഇനി ഒരുപാട് വരാൻ കിടക്കുന്നു. ചെറുതേനീച്ചയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ കെണിക്കൂട്, അതായത് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് കോളനി കറക്റ്റായിട്ട് നമ്മൾ മാറ്റിയില്ല എങ്കിലുള്ള കുഴപ്പം ഞാൻ കാണിച്ചു തരാം. കാര്യം എൻ്റെ ഇവിടെ കോളനിയിൽ നിന്ന് സെറ്റടിച്ച് അത് ഇപ്പുറത്തായിട്ട് മാറി വരുന്നത്. അതപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നൊരു കോളനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഇത്ര ഉറപ്പായിട്ട് പറയാം. കാര്യം ഞങ്ങളിവിടെ സൈഡിൽ നിന്നാണ്. അവർ 3 ദിവസമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറേശ്ശെ സെറ്റായി വന്ന് ഇവിടെ ഒരു സൈഡിൽ വരും, നോക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് പോവും. അങ്ങനെ 3ാമത്തെ ദിവസമായപ്പോഴത്തേക്കും അവരവിടെ സെറ്റായി. അതായത് ഞാൻ കരുതി നമുക്ക് തേനെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ അവർക്ക് അത്രയും ക്ഷമയില്ല. അവരതിന് മുൻപായിട്ട് തന്നെ ഇങ്ങോട്ട് മാറി. ഞാൻ നിങ്ങൾക്ക് അതുകൂടെ കാണിച്ചു തരാം. പിന്നെ അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മൾ മുൻപ് തേനെടുത്തിട്ടുള്ള ഒരു സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സൈഡ് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ അടച്ചിട്ടില്ലായിരുന്നു. ഒരു ബൈൻഡ് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് മാത്രം നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എനിക്ക് ഉറപ്പാണ്. കാര്യം നമ്മളിങ്ങനെ തേനെടുക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ നമ്മൾ എടുക്കുന്ന ഭാഗം അടയ്ക്കാതെ എങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇപ്പം ഒരു കല്ല് പൊട്ടിച്ചെടുത്ത് ഞാനത് ചാന്തൊക്കെ വെച്ചും കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാതെ ഒരു ബൈൻഡ് എന്തെങ്കിലും വെച്ച് നമ്മൾ പുറമെ ഇങ്ങനെ സെറ്റ് തരുന്ന അടുത്തൊരു അടിപൊളി ഒരു കോളനി വേറെ കോളനികൾ വന്ന് കയറും. അങ്ങനെ നമ്മളെ കൂട്ടിൽ നിന്ന് സ്പ്ലിറ്റ് അടിച്ച് വന്നതാണ് കേട്ടോ. പൈപ്പ് വെച്ചിരിക്കുന്നതിൻ്റെ ടോപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ഗ്യാപ്പിനകത്താണ് അത് കയറിയിരിക്കുന്നത്. ഇത് 2ാമത്തെ കോളനിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ബൈൻഡ് വെച്ച് കവർ ചെയ്ത് ഇത് അതിൻ്റെ ടോപ്പിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. അതുവഴി ഈ ചകത്ത് കയറുന്നുണ്ട്. അടിപൊളി ഒരു കോളനിയാണ് കേട്ടോ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ കൃത്യസമയത്ത് കൂട് സ്പ്ലിറ്റ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മളെ ഈ ഉള്ള സ്പേസുകളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏതെങ്കിലും വീടിൻ്റെ ബേസ്മെൻറ്റിലോ കരിങ്കല്ല് കെട്ടിനകത്തോ ഇങ്ങനെ എവിടെയെങ്കിലും കയറി അവർ സെറ്റാവും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.